യുടെ അനേകം പ്രബോധനങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസ മേഖലയും പ്രബോധന മേഖലയിൽപ്പെട്ടതുമാണ്. ആദ്യ മാതാപിതാക്കളുടെ പാപം വഴിയാണ് ജന്മപാപം മനുഷ്യവർഗത്തിലേക്ക് വന്നത്. ആദ്യ മാതാപിതാക്കൾ വഴി മാനവകുലം മുഴുവനും പാപ വിഷത്തിൽ മരണാസന്നരായി തീർന്നു, മരണത്തോടടുത്തു എന്നതുള്ളതുകൊണ്ടാണ് ഈശോ ജീവദാതാവായി ലോകത്തിലേക്ക് വരേണ്ടി വന്നത്. ഇത് വചനം പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗിസ് ഓഫ് ദ കാത്തലിക് ചർച്ച് CCC പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യ പാപം എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഭയ്ക്ക് ചില പ്രബോധനങ്ങളുണ്ട്, ബൈബിളിൽ ചില വചനങ്ങളുണ്ട്. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഈ ഏദൻ തോട്ടത്തിലെ പാപാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചിന്ത ഞാൻ ഇന്നു മുതൽ ധ്യാനവിഷയമാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നേരെ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം മുതലാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഉൽപ്പത്തി 2:7 പുരുഷനെ അല്ലെങ്കിൽ ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞത്. ആദ്യ സ്ത്രീയെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് ഉൽപ്പത്തി 2:21-22 പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി 2:8 മുതലുള്ള വചനങ്ങളിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ ഭൂമണ്ഡലത്തിൽ, മനുഷ്യവർഗം ജീവിക്കുന്ന ഭൂമണ്ഡലത്തിൽ, യൂണിവേഴ്സിൽ സൃഷ്ടപ്രപഞ്ചം, അണ്ഡകടാകം എന്നൊക്കെ പറയുന്ന ഈ സൃഷ്ടപ്രപഞ്ചം, അതിൽ സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളിലൊന്നായ ഭൂമി, അവിടെയാണ് മനുഷ്യനെ അധിവസിക്കുന്നത്. ആ മനുഷ്യനെ അധിവസിക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള ആദ്യത്തെ തിരുമൊഴി ഇതായിട്ട് ഞാനൊന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഉൽപ്പത്തി 2:8. അവിടുന്ന് കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. അപ്പോൾ ഈ ഏദൻ എന്ന് പറഞ്ഞാൽ പറുദീസ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പറുദീസയ്ക്ക് സമമായ ഒരു ദൈവൈക്യത്തിൻ്റെ അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. മരണശേഷം മനുഷ്യൻ നിത്യ പറുദീസയിലേക്ക്, സ്വർഗത്തിലേക്ക്, യേശുവിൻ്റെ 2-ാം വരവിന് ശേഷം പ്രവേശിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഒരു ദൈവൈക്യ അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് പലരും അതിന് വ്യാഖ്യാനിക്കുന്നത്. പറുദീസ എന്ന് പറഞ്ഞാൽ സ്വർഗമെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഏദൻ തോട്ടത്തിൻ്റെ പറുദീസ എന്ന വ്യാഖ്യാനം, ആ ഒരു വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് ഈ വുൾഗാത്ത എന്ന് പറയുന്ന ലത്തീൻ ട്രാൻസ്ലേഷൻ ബൈബിളിൽ വന്ന കാലം മുതലാണ്. അത് ഗ്രീക്കിലും ലത്തീനിലും ഇംഗ്ലീഷിലുമൊക്കെ പാരഡൈസ്, പരദേശിയോസ്, പരദേശിയും എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു. മലയാളത്തെ പറുദീസ എന്ന് ഉപയോഗിച്ചു. ഏദൻ എന്നുള്ളതിന് ഹൻ എന്നൊരു വാക്ക് ഹീബ്രു വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നു, ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു. ആ വാക്കിൻ്റെ അർത്ഥം മതിൽ കെട്ടിത്തിരിച്ച, വേലി കെട്ടിത്തിരിച്ചതും ഫലവൃക്ഷങ്ങളും തണൽമരങ്ങളും നിറഞ്ഞതുമായ ഉദ്യാനം എന്നാണ് അർത്ഥം. കൃത്യമായ വാച്യാർത്ഥം അതാണ്. അപ്പം ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യന് വസിക്കാനായിട്ട് അനുകൂല സാഹചര്യങ്ങളും എല്ലാ ജീവജാലങ്ങളും ജന്തുജീവിവർഗങ്ങളും അടങ്ങുന്ന ഈ സൃഷ്ടപ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൂമണ്ഡല ദൈവം ഒരുക്കിയതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 9-ാം വചനം, കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ പുറപ്പെടുവിച്ചു. ഇവിടെ മരങ്ങൾ എന്ന അർത്ഥത്തിൽ മാത്രം അതിനെ മനസ്സിലാക്കാതെ ഈ ഭൂമിയിൽ മനുഷ്യന് അധിവസിക്കാൻ പറ്റിയ വായുമണ്ഡലം, വെള്ളം, നദികൾ, സമുദ്രങ്ങൾ, വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ, ധാന്യ നൽകുന്നവർ, അങ്ങനെയുള്ള ചെടികൾ, അങ്ങനെയുള്ള എല്ലാം കൂടെ കൂടിയതാണ് ഈ ഒരൊറ്റ വചനത്തിൽ 9-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന് കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള, സ്വാഭാവികമായി ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനെയും ദ്യോതിപ്പിക്കുന്ന ഒരു വചനമാണ് അത്. നാച്ചുറൽ എന്നതിനെടുക്കുക. ഇനി അടുത്ത ശ്രദ്ധിക്കുക. ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിന് നടുവിൽ അവിടുന്ന് വളർത്തി. അവിടുന്ന് വളർത്തിയെന്നാണ് ഇവിടെ. എന്നാൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് there stood two trees, the tree of life and the tree of the knowledge of good and evil. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും
ജീവന്റെ വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് പറയാം. ജീവന്റെ വൃക്ഷം യേശുവായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, യേശു എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷം, സഹസ്രാബ്ദങ്ങൾക്ക് ശേഷമാണ് വന്നത്? അന്ന് യേശു മനുഷ്യനായിട്ട് അവതരിച്ചിട്ടില്ലായിരുന്നെങ്കിലും ജീവന്റെ വൃക്ഷമായി യേശു അവിടെ ഉണ്ടായിരുന്നു. വെളിപാട് പുസ്തകത്തിൽ യേശുവിനെ ജീവന്റെ വൃക്ഷമായി അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് ഈ ലോകത്തിൽ യേശു ഉണ്ടായിരുന്നു, ഭൂമിയിൽ യേശു ഉണ്ടായിരുന്നു എന്ന ഒരു വചനം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം ഞാൻ ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വചനം. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അത് 9-ാമത്തെ വചനം. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. 10-ാം വചനം, അവൻ ലോകത്തിലായിരുന്നു. അത് ഒറ്റ കേൾവിയിൽ നമുക്ക് ഒരു കൺഫ്യൂഷനുള്ള 2 വാചകങ്ങളാണ്. അവൻ വരുന്നുണ്ടായിരുന്നു, അവൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വരില്ലല്ലോ. അവൻ വരുന്നുണ്ടായിരുന്നു പറയുമ്പോൾ അവൻ അവിടെ ഇല്ലായിരുന്നെന്നർത്ഥം. പക്ഷേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: ജീവന്റെ വൃക്ഷമായി ഈ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച സൃഷ്ടപ്രപഞ്ചത്തിലെ എല്ലാറ്റിനും നിയന്ത്രിക്കുന്ന ആളായി, ഭൂമിയെ മാത്രമല്ല, ഈ അണ്ഡഘടാകം മുഴുവനെയും, ഈ ഭൂമണ്ഡലം മുഴുവനെയും മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനെയും നിയന്ത്രിക്കുന്ന എല്ലാറ്റ് അവനിലൂടെ ഉണ്ടാക്കി അവൻ വഴി അതിനെ അവൻ നിയന്ത്രിച്ച് ഈ ലോകത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ജീവന്റെ വൃക്ഷമായി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ ജീവന്റെ വൃക്ഷം മനുഷ്യവർഗത്തിന് ദൈവം കൊടുത്ത ദൈവൈക്യത്തിന് വേണ്ടിയുള്ള ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഇനി ആ ജീവന്റെ വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അടുത്ത എന്താണെന്ന് കൂടി അറിയണം. നന്മ തിന്മകൾ അറിവിൻ്റെ വൃക്ഷം. ഞാനതിനെ സാത്താൻ എന്ന് വിളിക്കും. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാലാഖമാരിൽ നവവൃന്ദ മാലാഖമാരിൽ പ്രധാന മാലാഖയായിരുന്ന ലൂസിഫർ എന്ന അതിന് പേര് പിന്നീട് വന്നതാണ്, ട്രാൻസ്ലേഷനിലൂടെ വന്നതാണ്. അപ്പോൾ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം എന്ന് പറയുമ്പോൾ പിശാച് ദൈവത്തോടു കൂടിയിരുന്ന മാലാഖയായിരുന്നു. അതാണ് സഭ പഠിപ്പിക്കുന്നത്. ദൈവത്തോടു കൂടെ ആയിരുന്ന ഈ മാലാഖ ദൈവത്തോടു കൂടെ ആയിരുന്നപ്പോൾ നന്മകളുടെ ദൈവകൃപയുടെ നിറവ് അനുഭവിച്ചു. അവൻ അനുസരണക്കേട് കാണിച്ച് നന്മയിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടപ്പോൾ തിന്മയുടെ നിറവ് അനുഭവിക്കുന്നു. നന്മകൾ ഒരിക്കൽ അനുഭവിച്ച, ദൈവസാന്നിധ്യത്തിൽ നിറവ് അനുഭവിച്ച, ദൈവൈക്യത്തിൽ നിറവ് അനുഭവിച്ച ആ സൃഷ്ടി മാലാഖ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടപ്പോൾ അനുഭവിക്കുന്ന ദൈവകൃപയുടെ അഭാവത്തിൻ്റെ, തിന്മയുടെ, ദൈവകൃപ ഇല്ലായ്മയുടെ തിന്മയുടെ ആ അവസ്ഥ അനുഭവിച്ച ആ സൃഷ്ടി, അതാണ് ലൂസിഫർ അല്ലെങ്കിൽ പിശാച് എന്ന് വിളിക്കുന്ന ആദ്യ മാതാപിതാക്കൾ വഴിപിഴപ്പിച്ച സാത്താൻ. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് ദൈവം അതിനെ നശിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ, അരൂപികളെ സൃഷ്ടിക്കുന്ന, അത് സെന്റ് അഗസ്റ്റിനും ഒക്കെ പറയുന്ന ഒരു ആശയമാണ്. തോമസ് അക്വിനാസും വിശുദ്ധ അഗസ്റ്റിനോസ് ഒക്കെ പറയുന്നതാണ്, അരൂപി ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ടാൽ അത് ഇറ്റേണലാണ്, എന്നും നിലനിൽക്കും. നമ്മുടെ ആത്മാവിനെ പോലെ തന്നെയാണ്, എന്നും നിലനിൽക്കും. മറ്റു ഭൗതിക വസ്തുക്കളെ സൃഷ്ടിച്ച് അതില്ലാതാകുന്ന ഒരവസ്ഥ വരും. പക്ഷേ സ്പിരിറ്റ്, അരൂപി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നും നിലനിൽക്കും. അപ്പോൾ അവിടെ ആ സൃഷ്ടിക്കപ്പെട്ട അരൂപിയായ പിശാചിൻ്റെ അധികാരം തകർത്ത് അവനെ നിയന്ത്രണ വിധേയനാക്കി യേശു കീഴടക്കി എന്നുള്ളതാണ് സത്യം. അവനെ ഇല്ലായ്മ ചെയ്ത്, അനേഹിലേറ്റ് ചെയ്ത് ഇല്ലാതാക്കി, അവനെ നശിപ്പിച്ചില്ല. അത് പൂർണ്ണമായിട്ട് അവൻ്റെ അധികാരം തകരുന്ന, എല്ലാ അധികാരവും തകരുന്ന ഒരവസ്ഥ ഈശോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് യേശുവിനോട് ഐക്യപ്പെടുന്നവർക്കേ ആ അധികാരത്തിൻ്റെ ഫലമായി അനുഗ്രഹം കിട്ടുകയുള്ളൂ. നമുക്കതിലേക്ക് പിന്നീട് വരാം. ഇപ്പം ഇത്രയും ചിന്തിക്കുക, ഈ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷം സാത്താനായിരുന്നു. അതായത്, ഞാൻ അതിനെ ഇങ്ങനെ പറയട്ടെ, എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം കൂടെ അടങ്ങുന്ന, കാഴ്ചയ്ക്ക് കൗതുകം ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങൾ നാച്ചുറൽ. സൂപ്പർ നാച്ചുറലാണ് ജീവൻ്റെ വൃക്ഷം. ഇനി പിശാചാകുന്ന നന്മതിന്മകൾ അറിവിൻ്റെ വൃക്ഷം ആൻറ്റി സൂപ്പർ നാച്ചുറൽ ആൻഡ് ആൻറ്റി നാച്ചുറൽ. അതിസ്വാഭാവിക മേഖലയ്ക്കെതിരായ, സ്വാഭാവിക ഈ ലോകത്തിലുള്ള ക്രമീകരണങ്ങൾക്കും മനുഷ്യർക്കും എതിരായിട്ടുള്ള ആ അരൂപി, അതിനെ ആൻറ്റി സൂപ്പർ നാച്ചുറൽ, ആൻറ്റി നാച്ചുറൽ എന്ന് വിളിക്കുക. അപ്പോൾ പിശാചാണ്
ഈ ഇതുപോലുള്ള പ്രകൃതിക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായ ദൈവിക നന്മയ്ക്കെതിരായിട്ടും അതിസ്വാഭാവികമായ ദൈവിക തലത്തിനെതിരായിട്ടും പ്രവർത്തിക്കുന്ന ശക്തി, അത് പിശാച്. അപ്പം നന്മ